സ്നേഹവാത്സല്യം നിറഞ്ഞവരെ, ദൈവം മനുഷ്യനെ തേടി വന്ന ദിനമാണ് ക്രിസ്തുമസ്. ദൈവസ്നേഹത്തിന്റെ അടയാളമായ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പുത്തൻ ഉണർത്തുപാട്ടുമായി 2025 ക്രിസ്മസ് ആഗതമാകുന്നു. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ക്രിസ്തു ഇടമില്ലാത്തവന്റെ ഇടമായി ലോകരക്ഷകനായി ഉദയം ചെയ്തു. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് നമ്മെ ഒരു കുടുംബമായി ഒന്നിപ്പിക്കുന്ന ദൈവസ്നേഹത്തിന്റെയും ദൈവമക്കളുടെയും ആനന്ദഗീതമാണ്. ലോകത്തിൽ സന്മനസ്സുള്ളവർക്കാണല്ലോ സമാധാനം ആസ്വദിക്കുവാൻ സാധിക്കുക. ഓരോ വർഷവും കടന്നു വരുന്ന ഈ ക്രിസ്മസ് വെറുമൊരു ആഘോഷമല്ല, മറിച്ച് നമ്മെ ഒരു ആത്മീയ യാത്രയിലേക്ക് ക്ഷണിക്കുന്ന ഒരു പുത്തൻ ഉണർവാണ്. ഇന്ന് മനുഷ്യൻ നേരിടുന്ന കുടുംബജീവിതത്തിലെ വെല്ലുവിളികൾ വിദ്വേഷം, ദാരിദ്ര്യം, ഒറ്റപ്പെടൽ, യുദ്ധങ്ങൾ, കലാപങ്ങൾ, ശത്രുത തുടങ്ങി എല്ലാ സാഹചര്യങ്ങളിലും ദൈവം നമ്മോടൊപ്പം ഉണ്ടാകും എന്ന് ബെത്ലഹേമിൽ പിറന്ന ഉണ്ണിയേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ ഭിന്നതകളും അനീതിയും കലഹങ്ങളുമൊക്കെ നിറയുമ്പോഴും ജീവിതം തന്നെ പ്രത്യാശയിലേക്ക് നോക്കിക്കാണുവാൻ ദൈവത്തിന്റെ കരുണയുടെ മുഖവും ആവോളം അനുഭവിക്കുന്ന ക്രിസ്തുമസ് നമ്മെ ക്ഷണിക്കുന്നു. നമുക്ക് ജെറുസലേമിലേക്കൊന്ന് പോകാം, അവിടെ ക്രിസ്തുവുണ്ട്. ബെത്ലഹേമിലേക്കും പോകാം, അവിടെ ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ സാധിക്കും. കാലിത്തൊഴുത്തിലേക്കും യാത്ര ചെയ്യാം, അവിടെ ദൈവം ജനിച്ച ലാളിത്യത്തിന്റെ ജീവിതത്തെ ദർശിക്കാം. നമ്മുടെ ഹൃദയത്തിൽ ദൈവം മനുഷ്യനെ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല എന്നതാണ് ക്രിസ്തു നമുക്ക് നൽകുന്ന സന്ദേശം. നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കൂടുതൽ സ്നേഹമുള്ളവരാകുവാൻ, പ്രത്യാശയുള്ളവരാക്കുവാൻ, പ്രത്യാശയുടെ തീർത്ഥാടകരായി നമുക്കും ക്രിസ്തുമസ് ആഘോഷിക്കാം. മനുഷ്യന്റെ ആത്മാവിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു ആന്തരിക ശക്തിയാണ്, ചാലകമാണ് പ്രത്യാശ. ക്രിസ്തു എന്നിലും നിന്നിലും അപരനിലും രൂപപ്പെടാൻ നാം ഒരുങ്ങണം. ഹൃദയത്തിൽ ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കണം. നമ്മുടെ ഹൃദയങ്ങളെ അതിനായി നമുക്ക് വെണ്മയുള്ളതാക്കി തീർക്കാം, വിശുദ്ധീകരിക്കാം. എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറമനസ്സോടെ പരസ്പരം ക്രിസ്തുമസ് ആശംസകൾ നേരാം. മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്.